have been eagerly waiting for the address of Shaykhuna Kantapuram Ustad. Alhamdulillah, we really appreciate the composure and the calm attitude of this august audience and the pin drop silence throughout the program. Still more to go. Inshallah, let's now listen to Shaykhuna. Alhamdulillah. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa ashabihi ajma'in, amma ba'd. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني أصحاب السماحة والفضيلة والمعالي علماءنا الأعزاء إخوتنا الأعزاء أيها الحفل الكريم إني أتكلم بلغتي المليبارية لأن أكثر الحاضرين يحتاجون إليها. نشكر جميع الحاضرين من البلاد العربية والإسلامية والحمد لله رب العالمين وشكرا. മഹാന്മാരായ പണ്ഡിതർ, മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, പരിപാടി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 4 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ സമ്മേളനത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു തരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രവർത്തകരും വോളണ്ടിയേഴ്സും എല്ലാം ബുദ്ധിമുട്ടുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീണ്ട ഒരു പ്രസംഗത്തിന് സമയം ഇല്ല, ഉദ്ദേശിക്കുന്നില്ല. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് തന്നെയാണ് പ്രധാനമായി ഇതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. 40 ആളുകൾ ഉണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ അതിൽ ഇജാബത്തുള്ള ഒരു വലിയ എങ്കിലും ഉണ്ടാകുമെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. എങ്കിൽ ഇവിടെ എത്ര 40 എത്ര 400 എത്ര 4000 ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിൽ പ്രത്യേകിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന, പ്രകീർത്തിക്കുന്ന, പ്രശംസിക്കുന്ന മജ്‌ലിസിനേക്കാൾ ഉത്തമമായ ഒരു മജ്‌ലിസ് ഈ ഭൂമി ലോകത്തോ ആകാശലോകത്തോ ഇല്ല. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ സമ്മേളിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന, സമ്മേളിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ സദസ്സുകളെക്കാളും ഉത്തമമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നബിദിന ആഘോഷം നടത്തിയിരുന്നുവോ
മീലാദ് കോൺഫറൻസ് നടത്തിയിരുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തെ നാം പരിഗണിക്കേണ്ടതില്ല. അത് പൂർണ്ണമായും അവജ്ഞയോടുകൂടി ലോകം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളിപ്പോൾ 2 ദിവസം മുമ്പാണ് ഓസ്ട്രേലിയ, ഫിജി, ന്യൂസിലാൻഡ് ഈ 3 രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് മടങ്ങി വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സംബന്ധിച്ച എല്ലാ സദസ്സുകളും വലിയ നബിദിന സമ്മേളനത്തിന്റെ സദസ്സുകൾ ആയിരുന്നു. പ്രഗത്ഭരായ പണ്ഡിതരും അവിടെയുള്ള പ്രശസ്ത വ്യക്തികളും നാട്ടുകാർ 95% മീലാദ് കോൺഫറൻസുമായി സഹകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൽ ഈ പറഞ്ഞ നാടുകളിൽ ഒന്ന് ഫിജി ആണ്. ആ ഫിജിയിൽ നമ്മുടെ കോഴിക്കോട്ട് ബേപ്പൂരിൽ നിന്നും പോയ കുറെ ആളുകൾ 200 കൊല്ലത്തിന് മുമ്പ് അവിടെ ചെന്ന ആളുകളുണ്ട്. അവരുടെ മക്കളുണ്ട്. അവർക്ക് മലയാളം അറിയില്ല. എന്നാലും ഞങ്ങളെ ദപ്പുമുട്ടി സ്വീകരിക്കാൻ വന്നപ്പോൾ അവർ പാടിയിരുന്നത് മലയാളത്തിലുള്ള ചില പാട്ടുകൾ കൂടിയായിരുന്നു. കൂട്ടത്തിൽ വഹീദിമാല, അല്ലാഹുവിന്റെ തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങുന്ന വഹീദിമാലയും ഞങ്ങളെ സ്വീകരിക്കാൻ വന്ന കുട്ടികൾ പാടുന്നതായി കേട്ടപ്പോൾ വഹീദിമാലയുടെ ശക്തി, അതിന്റെ സ്വാധീനം, അതുപോലെ മറ്റ് മൗലിദുകളുടെയും ദിക്റുകളുടെയും സ്വാധീനം ഞങ്ങൾ കണ്ട് സന്തോഷിക്കുകയായി. അങ്ങനെ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി വല്ലാഹു മുതിമ്മു നൂരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ പ്രശസ്തിയും പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ആ വെളിച്ചം കെടുത്തിക്കളയാൻ ചില ആളുകൾ ഉദ്ദേശിക്കും. പക്ഷേ അല്ലാഹു തആല അത് അനുവദിക്കുകയില്ല. അല്ലാഹു ആ വെളിച്ചം ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും പാടില്ലെന്ന് പറയുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും പ്രശസ്തിയും ശ്രേഷ്ഠതയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനെ മറച്ചുവെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും ശാപമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇല്ലല്ലദീന ആമനു ഇല്ലല്ലദീന താബൂ വഅസ്ലഹു വബയ്യനു വഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൂടാ, പ്രശംസിച്ചുകൂടാ, പ്രകീർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തൗബ സ്വീകരിക്കണമെങ്കിൽ വെറും തൗബ മാത്രം പോരാ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് പ്രഖ്യാപിക്കുകയും അവർ നേരത്തെ മറച്ചു വെച്ചത് വെളിവാക്കി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം അത് ചെവിക്കൊള്ളേണ്ടതില്ല.
മാത്രമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ, ചരിത്രം ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കൽ അത് മുസ്ലിംകൾക്ക് മാത്രമല്ല മറ്റെല്ലാ മതസ്ഥർക്കും നന്മയാണ്. 2 ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട്ട് ഇവിടെ ഒരു ട്രാഫിക് ബന്ധമുണ്ടായപ്പോ കാറുകളൊക്കെ മല തിരിച്ചുവിട്ടു, മല പറക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു ചെറിയ റോട്ടിൽ കൂടി വരുമ്പോ ആ റോഡിന്റെ 2 സൈഡിലും മറ്റ് പല സ്ഥലത്തും എഴുതി വച്ചിരിക്കുന്നു, മനുഷ്യർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ കോർപ്പറേഷന്റെ ചെലവിലോ മറ്റു വ്യക്തികളുടെ ചെലവിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചു, ജനങ്ങൾ വിശ്രമിക്കുന്ന പാർക്കുകളിൽ നിങ്ങൾ പോയി മൂത്രമൊഴിക്കരുത്, പഴങ്ങൾ വീഴുന്ന മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത്, ജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുകയോ കാട്ടിക്കുകയോ ചെയ്യരുത് എന്ന് ഈ ലോകത്തിന് ആദ്യമായി പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടുത്തെ പ്രകീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ആണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. ആ മാതൃക ഇത് മുസ്ലിമിന് മാത്രമല്ല, ഹൈന്ദവർക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനതക്കും ആണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്താണ്, അനുഗ്രഹമാണ്. അനുഗ്രഹമായിട്ട് അയക്കപ്പെട്ട ഒരാൾ തങ്ങളല്ലാതെ വേറെ ആരുമില്ല. നബിതങ്ങളല്ലാതെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അയക്കപ്പെട്ട ഒരു വ്യക്തി ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നോ റഹ്മത്തുൽ ലിൽ മുസ്ലിമീൻ എന്നോ റഹ്മത്തുൽ ലിൽ അഹ്ലിൽ മക്ക എന്നോ പ്രത്യേകമായി പറയാതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവനും അനുഗ്രഹമാണ്. അതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതുണ്ടെങ്കിലും സമയദൈർഘ്യം കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. ഇന്ന് ലോകത്തെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഭീകരതയും തീവ്രതയും. ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭീകരവാദികൾ ആലോചിക്കുന്നത് എന്ന് വരെ നമുക്ക് അത്ഭുതമാവുകയാണ്. വലിയ ജോറായി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചിലപ്പോൾ ഇവിടുത്തെ ഭരണാധികാരി അക്രമിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തുരത്തണമെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗത്ത് വരുന്നു. വേറെ ചിലർ ഇസ്ലാമിസ്റ്റ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മതം അതിന്റെ നിയമങ്ങൾ എല്ലാ സ്ഥലത്തും നടപ്പാക്കണം, അത് നടപ്പാക്കാത്തവരോട് എതിർക്കണമെന്ന് പറഞ്ഞിട്ട് ഭീകരരായി പ്രവർത്തിക്കുന്നവർ ചുരുക്കത്തിൽ ഉണ്ട്. അതേസമയം മുസ്ലിം എന്ന് കേട്ടാൽ തന്നെ അറുപ്പും വെറുപ്പുമുള്ള ചില വ്യക്തികളും ഉണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം എന്നാണ്. ഞാൻ നീട്ടുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ സംഭവം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹുമാമത്ത് ബിൻ ഉഹാൽ എന്നു പേരായ ഒരു സഹാബി, അദ്ദേഹം ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു. കഠിന വിരോധി. മുസ്ലിം സമുദായത്തെ ഒരുപാട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്ത വ്യക്തി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം
മുശ്രിക്കായതോടുകൂടെ തന്നെ കഅബം തവാഫ് ചെയ്യണം, ഉംറ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ പുറപ്പെട്ടു. ഉംറ ചെയ്യലാന്ന് മുശ്രിക്കീങ്ങൾക്കും ഉണ്ട് അക്കാലത്ത്. കൂലിയൊന്നും കിട്ടൂല, അവരങ്ങനെ ചെയ്യൂന്നർത്ഥം. ഏതായാലും ആ പോകുന്ന വഴിയിൽ വെച്ച് സഹാബികൾ ഹുമാമത്തിനെ പിടിച്ചു. കൈയിലെ പള്ളിയിൽ കയറ്റി പള്ളിയുടെ അടുത്തുള്ള ഒരു തൂണിൽ കെട്ടിയിട്ടു. ഇദ്ദേഹത്തിന്റെ പേര് ഇവർക്കറിയില്ല. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണെന്ന് അവർക്കറിയാം. നബി തങ്ങളെ കൊല്ലാനാണ് ഇദ്ദേഹത്തിന്റെ ശ്രമമെന്ന് എല്ലാവർക്കും അറിയാം. ആ വലിയ കുട്ടി ഞാൻ ചുരുക്കി പറയട്ടെ. ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ഇത് അറിയില്ല, ലാനതിരി ഞങ്ങൾ അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു സുമാമത്താണ് എന്നെ കൊല്ലാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി സൈന്യങ്ങളെ 4 ഭാഗത്തേക്കും അയക്കുകയും ചെയ്ത കഠിന ശത്രുവായ സുമാമത്താണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് ഉടനെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉടനെ നിങ്ങൾ ഭക്ഷണം കൊണ്ട് പോയി കൊടുക്കണം. സഹാബത്ത് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സുമാമ, എന്താണ് സുമാമ നിന്റെ സ്ഥിതി, നീ എന്ത് പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ സുമാമത്താണ്, ഞാൻ നിന്റെ വിരോധിയാണ്. പക്ഷേ നീ എനിക്ക് അനുഗ്രഹം ചെയ്യുന്ന പക്ഷം ഞാൻ നിന്നോട് നന്ദി കാണിക്കും. അതേസമയത്ത് എന്നെ കൊല്ലാനുള്ള 100% അർഹതയുണ്ട്. അതാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, എന്നെ കൊല്ലുകയാണെങ്കിൽ അതൊരു തെറ്റല്ല. കാരണം ഞാൻ എത്രയോ ആളുകളെ കൊന്നിട്ടുണ്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന്. ആകയാൽ എന്നെ കൊല്ലുന്നതിന് ഞാൻ അർഹനാണ്. പക്ഷെ നീ എന്നെ വിട്ടയച്ചാൽ ഞാൻ നന്ദിയുള്ളവനാണ്. അന്ന് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ഞാൻ ചുരുക്കട്ടെ, 3 ദിവസം അങ്ങനെ ഇട്ടു. 3-ാമത്തെ ദിവസവും ഹുമാമത്തിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, എന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങൾ എന്നെ കൊന്നാൽ അതൊരിക്കലും തെറ്റായി ആരും പ്രഖ്യാപിക്കുകയില്ല എന്ന് ഹുമാമത്ത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അതാ പറയുന്നു, അത്രിഖു സുമാമ, സുമാമന്റെ കെട്ടഴിക്കൂ. കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിച്ചു വിട്ട സമയത്ത് ഹുമാമത്ത് ഉടനെ പറയുന്നു, ഓ മുഹമ്മദ്, മകാന ഫിൽ അർളി അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക, ഈ ഭൂലോകത്ത് നിന്നെക്കാൾ വെറുപ്പുള്ള ഒരു വ്യക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. നിന്റെ മതത്തെക്കാൾ മോശമായ ഒരു മതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഭൂമി ലോകത്ത് നിങ്ങളുടെ മുഖത്തെക്കാൾ നല്ലൊരു മുഖം ഇല്ല. നിങ്ങളുടെ മതത്തെക്കാൾ നല്ല മതമില്ല. നിങ്ങൾ സൽസ്വഭാവിയും ജനങ്ങളോട് കൃപ കാണിക്കുന്ന ആളും ദയ ചെയ്യുന്ന ആളുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാതൃകയാണ് മുസ്ലിം സമുദായവും മുസ്ലിം ഭരണാധികാരികളും എല്ലാ സ്ഥലത്തും കൈക്കൊണ്ടിട്ടുള്ളത്. ഒടുവിലത്തെ ഒരു കഥ ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സ് മസ്ജിദുൽ അഖ്സ വീണ്ടെടുത്തു. ജൂത ക്രിസ്ത്യാനികളുടെ സമൂഹം പിടിച്ചെടുത്തിരുന്ന മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദിസ് തിരിച്ചു പിടിച്ചു. എന്നാൽ ആ മസ്ജിദുൽ അഖ്സയിൽ
യൂത ക്രിസ്ത്യാനികൾ പിടിച്ചെടുത്ത സമയത്ത് 1000 വ്യക്തികളെ അവർ പിടിച്ചിരുന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന് 1000 മുസ്ലിംകളെ അവർ പിടിച്ചിരുന്നു. പിടിച്ചിട്ടോ അവരെന്താണ് ചെയ്തത്? ചരിത്രകാരന്മാര് പറയുന്നു, ഖതലഹും ജമീഅ, അന്നത്തെ ആ ജൂത ക്രിസ്ത്യാനികൾ ഈ 1000 ആളെയും കൊന്നുകളഞ്ഞു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, മുസ്ലിമായി പോയി എന്ന തെറ്റല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ആ തെറ്റ് ചെയ്തത് എല്ലാവരെയും കൊന്നു. എന്നിട്ട് ദൃക്സാക്ഷിയായ ഒരു എഴുത്തുകാരൻ പറയുന്നു, വഖദ് റഅയ്തു ദമ ഇലാ റുക്ബത്തിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ എന്നെ നിന്നാൽ കാലിന്റെ മുട്ട് വരെ രക്തം തളക്കെട്ടിയിരുന്നു. 1000 പേരെയല്ലേ വെട്ടിക്കൊല്ലുന്നത്? അങ്ങനെ വെട്ടിക്കൊന്ന ചരിത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആ മസ്ജിദുൽ അഖ്സയും ഖുദ്സും പരിസരവും മടക്കിപ്പിടിച്ചു ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. ആ സലാഹുദ്ദീൻ അയ്യൂബി മടക്കിപ്പിടിച്ചപ്പോൾ 600 പേരെ അദ്ദേഹം ബന്ധനത്തിലാക്കി. 600 പേരെ ബന്ധനത്തിലാക്കി. ഒരു സ്ഥലത്ത് വേറെ കുറെ ആളുകളെയും ബന്ധനത്തിലാക്കി. എല്ലാവരും ബന്ദ് ചെയ്യപ്പെട്ടപ്പോൾ അവർ തീർച്ചയാക്കി കഴിഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളെ പിടിച്ച് കൊന്നിട്ടുണ്ടല്ലോ 1000 പേരെ ഒന്നായിട്ട്, അതിന് പ്രതികാരമായി ഞങ്ങളെ കൊല്ലും, ഒരു സംശയവുമില്ല എന്ന് കരുതി ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സൻ ഓടി വന്ന് സലാഹുദ്ദീൻ അയ്യൂബിയോട് ചോദിക്കുന്നു, യാ സലാഹുദ്ദീൻ, മാതാ തന്തത്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? 1000 മുസ്ലിംകളെ ഒന്നായി കൊന്ന തെറ്റിപ്പോയി, എന്നോട് 1000 അല്ല, 1,00,000. 1,00,000 മുസ്ലിംകളെ കൊന്ന ആൾ. ആ 1,00,000 മുസ്ലിമീങ്ങളെ കൊന്നിട്ടുള്ള ആളുകൾ, അവരെയല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് പിടുത്തത്തിൽ കിട്ടിയത്? ആ പിടുത്തത്തിൽ കിട്ടിയ ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലാത്തത്? 1,00,000 മുസ്ലിമീങ്ങളെ കൊന്നതിന് പകരം 60,000 ജൂത ക്രിസ്ത്യാനികളെ പിടിച്ചിട്ടുണ്ട്. അവരെന്തുകൊണ്ട് കൊല്ലാത്തത്? സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നു, എന്റെ മതം അങ്ങനെ കടുത്ത മതം അല്ല. എന്റെ ആളുകളെ കൊന്നവർ അവർ മരിച്ചുപോയി, അവരല്ല ഇപ്പോൾ ഇവിടെയുള്ളത്. എന്റെ മതം അങ്ങനെ പ്രതികാരം കിട്ടുന്ന മതമല്ല. പിന്നെ നീ എന്തു ചെയ്യും ഈ ആളുകളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ വിട്ടയക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 60,000 ആളുകൾ 1,00,000 ആളുകളെ കൊന്ന ആ കക്ഷികളുടെ നേതാക്കളിൽ പലരും അന്ന് ബാക്കിയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ല. ഏതായിരുന്നാലും ഈ ജൂത ക്രിസ്ത്യാനികളെ മുഴുവനും വിട്ടയച്ചു, ഒറ്റ കുട്ടിയെയും കൊന്നില്ല. അവരോട് പറഞ്ഞു, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ് ഞാൻ സ്വീകരിക്കുന്നത്. മക്കം ഫത്ഹിൽ, പരിശുദ്ധ മക്കയിൽ കടന്നു വന്നു, പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി കടന്നു വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ആക്രമിക്കുകയും ധാരാളം ആളെ കൊല്ലുകയും ചെയ്ത മക്ക മുശ്രിക്കുകൾ വിറക്കുകയായിരുന്നു, ഞങ്ങളെ കൊന്നുകളയുമെന്ന്. ആ സമയത്ത് മുഴുവൻ വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നു എന്ന് പ്രതിപക്ഷമില്ലാത്ത നേതാവ്
വേറെ ഒരു പ്രതിപക്ഷം പിറ്റേന്ന് അസംബ്ലിയിൽ നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ അവിടെ ഇല്ല. അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിട്ടു മൻ ദഖല ദാറ അബീ സുഫിയാൻ വഹുവ ആമിനുൻ വമൻ ദഖല ബൈതഹു വഹുവ ആമിനുൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും അവർക്ക് വിശ്വസ്തത കൊടുക്കുകയും അവസാനം അന്തുമുത്തുഖലാ എന്തരിക്കൂ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയക്കുകയും ചെയ്ത മുഹമ്മദ് നബിയുടെ മാതൃകയാണ് എന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സലാഹുദ്ദീനുൽ അയ്യൂബി അടുത്ത കാലത്ത് മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിച്ച, അതുപോലെ ഈജിപ്ത് തിരിച്ചു പിടിച്ചിട്ടുള്ള മഹാനവറുകൾ കാണിച്ചു കൊടുത്തതും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, അവിടുത്തെ സ്വഹാബത്തിന്റെ ചര്യ, അവിടുത്തെ അനുയായികളുടെ ചര്യ അക്രമം അല്ല, അനീതി അല്ല, ഭീകരതയല്ല, തീവ്രതയല്ല, മറിച്ച് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ വലിയൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അങ്ങയുടെ അങ്ങേയറ്റത്തെ റഹ്മത്ത്, കരുണ, അവിടുത്തെ സൽസ്വഭാവം, ആ കാരണം കൊണ്ട് എന്തലഹും തങ്ങൾ ജനങ്ങളോട് വളരെ മയമായി ബന്ധപ്പെടുന്നു, വളരെ ലളിതമായി ബന്ധപ്പെടുന്നു. മറിച്ച് വലൗകുന്ത ഫളൻ വലിയൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക, തങ്ങളെങ്ങാനും ഭീകരനും തീവ്രവാദിയും കടുത്ത വരുത്ത സ്വഭാവിയും ആയിരുന്നു എങ്കിൽ ലം ഫളു മിൻ ഹൗലിക, തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു, തങ്ങൾ കാളെ കിട്ടുമായിരുന്നില്ല. ഇസ്ലാം ഇവിടെ പണം കൊടുത്തു വാങ്ങിയതല്ല, അക്രമം കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഒരിക്കലും ആക്രമിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള കേരളത്തിലെ ഹിന്ദുക്കളോട്, ഇന്ത്യ രാജ്യത്തുള്ള ഹിന്ദുക്കളോട് ചിന്തിക്കാൻ ഞാൻ പറയേണ്ടതില്ല, അവർക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മുടെ രാജ്യത്ത് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംകളും ബുദ്ധനും ജൈനനും എല്ലാവരും അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ്. ഒരേ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്നവരാണ്. ഒരു അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്യുന്നവരാണ്. ഈ അവസ്ഥ നമ്മുടെ രാജ്യത്ത് തുടരണം. അതിന് വിപരീതമായി ഇവിടെ കാണാൻ പാടില്ല. അതാര് കൊണ്ടുവന്നാലും ഈ രാജ്യത്തെ സമുദായം അവർക്ക് അതിന് അവസരം കൊടുക്കുകയില്ല. മുസ്ലിംകൾ മാത്രമല്ല, ഞാൻ പറയുന്നു, മനുഷ്യത്വരഹിതമായ സ്വഭാവം. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് താമസിക്കാൻ പാടില്ല, ഇവിടെ അവിടെ വീടെടുക്കാൻ പാടില്ല, കച്ചവടത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ചെയ്തുകൂടാ, ഹിന്ദുക്കൾക്ക് ഇത് ചെയ്തുകൂടാതെ, അങ്ങനെ ഒരു വിവേചനവുമായി ആരിവിടെ കടന്നു വന്നാലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തീർച്ചയാണ് അവർക്ക് ഇവിടെ നിലനിൽപ്പില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടുത്തെ എല്ലാ ആളുകളും പ്രവർത്തിക്കാമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ചുരുക്കട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എങ്ങനെയാണ് ദീൻ പ്രചരിപ്പിച്ചത്? സഹാബത്ത് എങ്ങനെ ദീൻ പ്രചരിപ്പിച്ചു? നബി തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് ദീൻ പ്രചരിപ്പിച്ചു. എത്ര വലിയ മുഅ്ജിസത്തുകൾ, എത്രയെത്ര മുഅ്ജിസത്ത് എണ്ണി പറയാൻ ധാരാളമുണ്ട്. ഒരൊറ്റ ചെറിയ സംഭവം മാത്രം ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ 2 സമയം, ആ 2 സമയത്തോട് എന്റെ ജീവിതം മുഴുവനും കടപിടിക്കുകയില്ല. വെറും 2 സമയം. ആ സമയത്തോട് എന്റെ ജീവിതം മുഴുവനും കൂടി താരതമ്യപ്പെടുത്തിയാൽ, കമ്പയർ ചെയ്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമയമാണ് വളരെ വലുത്. എന്താണ്? ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട ചരിത്രമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ്. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു. ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞു, എല്ലാവരുടെയും തലയിലെത്തി, എല്ലാവരും ഉറങ്ങിപ്പോയി.
അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബും അവിടുത്തെ ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പുറപ്പെടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടാണ്. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിശ്വസിച്ചത്. ആ സമയത്ത് തന്നെ ഏറ്റവും വലിയ കടുത്ത വിശ്വാസം, അതിന്റെ അപ്പുറത്ത് പിന്നെ സംശയമില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ള മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് ഗാറ് ഹൗർ. ആ ഗാറ് ഹൗറിലെത്തി ഒരൽപ്പം ഇവിടെ വിശ്രമിക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു വാക്ക്, ലാ തദ്ഖുൽ ഹത്താ അദ്ഖുല. ഓ നബിയേ, തങ്ങൾ ഈ ഗുഹയിൽ കടക്കരുത്, ഞാൻ കടക്കുന്നത് വരെ. അങ്ങനെ കടന്നു. അവിടെയുള്ള എല്ലാ കേടുപാടുകളും തീർത്ത് ഓട്ടകളൊക്കെ അടച്ചു. തട്ടം വലിച്ചു കീറി ഓട്ടകളൊക്കെ അടച്ചു. അവസാനം 2 ഓട്ടകളുണ്ടായിരുന്നു. ആ 2 ഓട്ട തന്റെ കാലുകൊണ്ട് അടച്ചു പിടിക്കാമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുഹയിലേക്ക് കടത്തുകയും കടത്തിയതിന്റെ ശേഷം 2 കാൽ അതാ അവിടെ എടുത്തു വെക്കുന്നതിന്റെ ഒരു അല്പം മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഓ ഹബീബായ നബിയെ, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, ഒരൽപ്പം വെള്ളം കിട്ടാൻ എന്ത് മാർഗമുണ്ട് എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതാ ആ ഗുഹയുടെ വലഭാഗത്തേക്ക് നോക്കൂ, അവിടെ വെള്ളമുണ്ട്, നീ പോയി കുടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങ് ചെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട്. വളരെ രുചികരമായ വെള്ളം ആ ഗാറ് സൗറിന്റെ ഒരു മൂലയിൽ കണ്ടെത്തിക്കുകയും ആ വെള്ളം കുടിച്ച് വയറു നിറച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂമിൽ വന്ന് ഇരുന്ന് 2 കാലെടുത്ത് ഈ പറയുന്ന പൊത്തിന്റെ അടക്കാൻ ബാക്കിയുള്ള ദ്വാരത്തിൽ വെച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് ഉറങ്ങാൻ പറഞ്ഞു, വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ തലയും വെച്ച് വടിയിൽ തലയും വെച്ച് കിടക്കുമ്പോഴതാ ശത്രുക്കൾ വരുന്നു, മറുഭാഗത്ത് നിന്ന് വരുന്നു. മേൽഭാഗത്ത് വലിയ ഓട്ടയുണ്ട്. അതിലൂടെ അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ ഈ ഇരിക്കുന്നവരെ കാണും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് എത്രയെത്ര വലിയ മുഅ്ജിസത്തുകളാണ്. ഒരു മുഅ്ജിസത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ മുഅ്ജിസത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉൻദുർ വറാഅക യാ അബൂബക്കർ, നീ ഒന്ന് പിന്നിലേക്ക് നോക്കൂ അബൂബക്കറെ. അങ്ങനെ പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് ബഹുനാക ബഹറുൻ അമീഖുൻ വസഫീനത്തുൻ കബീറ, അവിടെ അതാ വലിയ ഒരു കപ്പൽ കടലിൽ വന്നിരിക്കുന്നു. നമ്മുടെ പരപ്പനങ്ങാടി ഒരു വഴിക്കുള്ള ആളുകള് ഇന്ന് എവിടെ വാഹനവുമായി കടലിലൂടെ വന്നിട്ടുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ കപ്പലുണ്ട്, എല്ലാം റെഡിയായി നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗ ജാഊ മിൻ ഹാഹുന ലനഖ്റുജു മിൻ ഹാഹുന, അവരിതിലെ വന്നാൽ നമുക്ക് മറ്റേ വഴിക്ക് കപ്പലിൽ കയറി പോകാം. ലാ തഖഫ്, നീ ഭയപ്പെടേണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. പക്ഷെ അവര് വന്നില്ല. അവര് കടക്കാൻ വന്നു നോക്കുമ്പോൾ അവിടെ പഴയ കോലത്തിൽ തന്നെ 8 കാലി വല കെട്ടിയിരിക്കുന്നു, ചലഞ്ച് വല കെട്ടിയിരിക്കുന്നു, പ്രാവുകൾ കുറുകിക്കൊണ്ടിരിക്കുന്നു. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതിൻ തുസദി വലം തഹ്മി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ 8 കാലിയതാ വല കെട്ടിയിരിക്കുന്നു, പ്രാവുകൾ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അഥവാ അവർ വന്നിരുന്നെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബിനെയും സിദ്ദീഖിനെയും പിടിക്കാൻ കഴിയുമായിരുന്നില്ല.
കാരണം അവർക്ക് കപ്പലപ്പുറമുണ്ട്. ഈ ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, റൂഹുൽ ബയാൻ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ പറയുന്നു ലൈസ ബിബഈദിൻ ഹസ്ബ ഖുദ്റത്തില്ലാഹ്, ഇത് അത്ര ഒരു ബഈദായ കാര്യമല്ല അല്ലാഹുവിന്റെ ഖുദ്റത്തിന് അനുസരിച്ച് എന്ന്. ഏതായിരുന്നാലും മുഴുവൻ മുഫസ്സിറുകളും മുഴുവൻ താരീഖിന്റെ ഉലമാക്കളും വിവരിച്ചിട്ടുള്ള ഈ ചരിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിന്റെ രണ്ട് സമയത്തിൽ ഒന്ന് അതാണ്. രണ്ടാമത്തെ സമയം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. രണ്ടാമത്തെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഭരണം ഏറ്റെടുത്തു. ആ സമയത്ത് ശത്രുക്കൾ, മുർത്തദാകുന്നവരും സക്കാത്ത് കൊടുക്കാത്തവരും പല വിധത്തിലുള്ള ആളുകളും ശത്രുക്കൾ ഇങ്ങോട്ട് വന്നു. വലിയ ധീരനായ ഏറ്റവും വലിയ ശുജായിയായി അറിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ വരെ പേടിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, സകാത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടക്ക് വിട്ടുപിരിച്ചവർക്ക് ഞാൻ വിട്ടുകൊടുക്കൂല, വിട്ടുവീഴ്ച ചെയ്യൂല, അവരോട് യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, ഒരുപാട് ശത്രുക്കളുള്ള ഈ സമയത്ത് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യും? അതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കണം. അവിടെ നിന്ന് പറഞ്ഞു, ലൗ മനഊനി ഇഖാലൻ ലഖാതൽതുഹും, അവർ നബി തങ്ങളുടെ കാലത്ത് സകാത്ത് കൊടുത്തിരുന്ന ഒട്ടകങ്ങൾ, അതിന്റെ അതുപോലെ ഇപ്പോഴുള്ള സകാത്ത് അതിന്റെ ഒരു കയറിന്റെ കണ്ണും പോലും അവർ തരാതിരുന്നാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരത. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നു, അജബ്ബാറും ഫിൽ ജാഹിലിയ്യത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം, ഓ ഉമറേ, നീ ജാഹിലിയ്യ കാലത്ത് വലിയ പോക്കിരിയായിരുന്നു, ഇപ്പോൾ ഭീരുവായി പോയോ? അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ നോക്കുന്നില്ല, നീ ഇല്ലെങ്കിലും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങ് പുറപ്പെട്ടപ്പോഴാണ് സിദ്ദീഖ് തങ്ങളുടെ വാക്കും അവിടുത്തെ ധൈര്യവും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അനുയായികളും എല്ലാം കൂടെ ചേർന്ന് യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ ലൗ മനഊനി ഇഖാലൻ ലഖാതൽതുഹും എന്ന് പറഞ്ഞ ഒരു വാക്കിനെ സംബന്ധിച്ചാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ രണ്ട് വാക്കിൽ ഒന്ന് ഇതാണ്, രണ്ട് സംഭവത്തിൽ ഒന്ന് ഇതാണ്, മറ്റൊന്ന് ആദ്യം പറഞ്ഞ ഹിജറയുടെ സംഭവമാണ്. ഈ രണ്ട് സംഭവം എന്തുകൊണ്ടാണ് എത്രയും വലിയതായത്? അത് മിൻ ഇസ്ഖിഹി ലിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇളകാതെ പതറാതെ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക്, അവിടുത്തെ ഹൃദയത്തിലുള്ള മഹബത്ത് അത് വർദ്ധിച്ചത് കൊണ്ടാണ്. ഞാൻ നിർത്തട്ടെ, സമയമായതുകൊണ്ട്, ഒരുപാട് സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഈ മാതൃക, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിവിടെ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അത് പറയുന്നതിനെ ആരും വളച്ചൊടിച്ചിട്ടോ വെട്ടിത്തിരുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ പരിശുദ്ധ ഖുർആൻ അറിയാത്തവരും നിസ്കരിക്കാത്തവരും അതുപോലെ മതത്തെ സംബന്ധിച്ച് ഒരു ചുക്കും പഠിക്കാത്തവരുമാണ് ചാനലുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ചിലർ. ആരെങ്കിലും പത്രക്കാർ പിടിച്ചെടുക്കുന്നുവെങ്കിൽ ചിലർ എന്നത് വിട്ടുപോകണ്ട.
മുറിച്ചെടുക്കുന്ന കാലാണല്ലോ. നല്ലവരുണ്ട്, നല്ലവർ ഉണ്ട്. അവരുടെ പ്രചാരണവും അവരുടെ സഹായവും ചിലർ ഇവിടെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കണം, പ്രശ്നമുണ്ടാക്കണം എന്ന് മാത്രം കരുതി തെറ്റായ നിലക്ക് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഖേദകരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മതത്തെ സംബന്ധിച്ച് പറയാൻ അധികാരമുള്ളവർ മതപണ്ഡിതന്മാരാണ്. അവരത് പറയട്ടെ. അല്ലാത്തവർ അവരുടെ വഴി നോക്കണം. അവർ മതത്തിലേക്ക് കാര്യമെന്ന് പറയാൻ വരണ്ട. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും 2 വാക്ക് പറയാൻ പഠിച്ചത് കൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഫോട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരം തന്നെ കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിന് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും. സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. സാധുക്കളായ സുന്നികളെ, സാധുക്കളായ പ്രവർത്തകരെ എന്തെങ്കിലും അധികാരം ഉപയോഗപ്പെടുത്തി ആര് തന്നെ ആയാലും ശരി അടിച്ചമർത്താൻ ഉദ്ദേശിച്ചാൽ അവർ അടിച്ചമർത്തപ്പെട്ടു പോകും. വളരെ ഗൗരവമായി ചിന്തിക്കണം. നാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരന്മാരും തീവ്രവാദികൾ വളർന്നുവരുന്ന കാലത്ത് അതില്ലായ്മ ചെയ്യാൻ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാവണം. ഹിന്ദുക്കളും മുസ്ലിംകളും ക്രൈസ്തവരും സർവ്വ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാത്ത കാലത്തോളം നമ്മുടെ രാജ്യത്തിന് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയില്ല. ഈ രാജ്യം ഇവിടെ വേണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പോലെ ഭദ്രതയുള്ള ഒരു രാജ്യം വേറെ വളരെ കുറവാണ്. ഇന്ന് അറബ് രാഷ്ട്രങ്ങളിൽ പല സ്ഥലത്തും ആവശ്യമില്ലാതെ യുദ്ധം നടന്ന് കുഴപ്പങ്ങളായി ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വന്നുകൂടാ. എവിടെയും വന്നുകൂടാ. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വന്നുകൂടാ. ഇന്ത്യ രാജ്യം, ഇന്ത്യ നമ്മുടേതാണ്. നമ്മുടേതാണ്. ഉറക്കെ പറയൂ, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. മുസ്ലിംകളുടേത് മാത്രമല്ല, ഹൈന്ദവരുടേത് മാത്രമല്ല, ജൂതന്മാരുടേത് മാത്രമല്ല, ക്രൈസ്തവരുടേത് മാത്രമല്ല, ഹിന്ദുക്കളുടേത് മാത്രമല്ല. ഇന്ത്യ ഇന്ത്യക്കാരായ ജനങ്ങളുടേതാണ്. ആ ഇന്ത്യയുടെ നിയമത്തിൽ എല്ലാവർക്കും സമ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും സമമാണ്, വലിയവനും ചെറിയവനും നീണ്ടവനും കുറിയവനും സമമാണ് എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും അതിൽ ബാധകമാണ്, ഭാഗവാക്കാണ്. ആ നിലക്ക് ഇന്ത്യയുടെ നിയമം നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാതെ ശരിയായ നിയമം പാലിച്ചുകൊണ്ട് തന്നെ, അഥവാ ഗവൺമെന്റുകളോ വ്യക്തികളോ ആര് തന്നെ എന്ത് ചെയ്താലും നിയമവിരുദ്ധമായി ചെയ്താൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള പരിധിയും വഴിയും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ
ആ നിലയിൽ ചോദ്യം ചെയ്ത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് ഈ സമ്മേളനത്തിന്റെ പ്രതിജ്ഞ. രണ്ടാമതായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് സഹോദരങ്ങളെ പറയാൻ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അവിടത്തോടുള്ള ഹുബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് വെച്ചത് കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖം പറഞ്ഞത്, ശരീരം പറഞ്ഞത് ഒക്കെ നേരത്തെ ഒരു പ്രാസംഗികൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടു. ഇനിയും ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു വല്ലുഹാ എന്നതുകൊണ്ട് ഉദ്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖമാണ്. വല്ലൈലി എന്നതുകൊണ്ട് ഉദ്ദേശം അവിടുത്തെ കറുത്ത തലമുടിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തെ ഓരോന്നോരോന്നെടുത്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബായതുകൊണ്ട്, അള്ളാഹു പ്രിയപ്പെട്ട ആളായതുകൊണ്ട് ആ പ്രിയപ്പെട്ട ആളുടെ പ്രവൃത്തി പറയലും വാക്ക് പറയലും അവിടുത്തെ ശരീരത്തെ സംബന്ധിച്ച് പറയലും അത് പറയലും എല്ലാം ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച ആ മഹബത്ത് എല്ലാവരും നിലനിർത്തുകയും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്തിന് വേണ്ടി എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയും ഒന്ന് രണ്ട് ചെറിയ പ്രസംഗങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ചെറിയൊരു അനുമതി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരാരും ഒന്നും പറഞ്ഞിട്ട് പറയല്ല ഞാൻ, എന്നാലും അവര് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും പൂർത്തീകരിച്ചു വരുമാറാകട്ടെ. മർക്കസ് തഖാഫത്തി സുന്നിയയുടെ കീഴിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. മർക്കത്തിന്റെ ബഹുമുഖമായ പദ്ധതി കേൾക്കുമ്പോൾ മർക്കത്ത് ഖനിയാണ് എന്ന് ധരിച്ചു പോകുന്ന ചിലരുണ്ട്. അത് തിരുത്താനാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികളും നിങ്ങൾ തരുന്ന സംഭാവന കൊണ്ട്, നിങ്ങൾ തരുന്ന സഹായം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു പ്രവർത്തകരാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങേയറ്റം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സഖാഫികൾ അൽഹംദുലില്ലാഹ് ഈ 35 വർഷത്തിന്റെ ഇടയിൽ പിരിഞ്ഞുപോയ സഖാഫികൾ ഓരോ കൊല്ലത്തിലും ഓരോ ബാച്ചിൽ പിരിഞ്ഞിട്ടുള്ള ആളുകൾ ഓരോ കാര്യം ഏറ്റെടുത്തു. ചിലർ ബസ്, ഒരുപാട് ബസ്സുകൾ ആവശ്യമുണ്ട്, ബസ് ഏറ്റെടുത്തവരുണ്ട്. ചില ആംബുലൻസ് ഇപ്പോൾ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞു ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ. അതുപോലെ മറ്റു ചിലർ നമുക്ക് നമ്മുടെ ഡയറി ഫാമിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റു ചിലർ പല കുത്തുബ്ഖാന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ നീ അതെല്ലാം സ്വീകരിക്കണേ അള്ളാഹ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളെ തഖാഫുൽ ചെയ്യുന്നവർ, സ്പോൺസർ ചെയ്ത് ഒരു കൊല്ലത്തേക്ക് ഏറ്റെടുക്കുന്നവർ ധാരാളമുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഒരു 3 സ്വലാത്ത് നമുക്ക് എല്ലാം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ ജനസഞ്ചയം ഇത്രയും അധികം തടിച്ചുകൂടിയത് തന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രിയത്തിന്റെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനേ. റഹ്മാനായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനേ. റഹ്മാനേ, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങളെ സഹായിച്ചവരും ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ചവരും